ഞാൻ അതിനൊന്ന് പറയാം. ഒന്ന്, ശ്രീ ജെയ്സി തോമസ് ഈ ഒരു ചർച്ചയിൽ ഉന്നയിക്കുന്ന ദുഷിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇത്രമാത്രം സ്ത്രീകളെ അവരുടെ അവകാശങ്ങളും നിഷേധിച്ച് അവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിനെ സംബന്ധിച്ച് നടപടിയെടുക്കാത്തതിന് ഭരണകൂടത്തെ ചോദ്യം ചെയ്ത ഒരു ഡിബേറ്റാണ്. അവിടെ എനിക്ക് ഒരു കോൺഗ്രസ് നേതാവ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ സ്വീകരിച്ചറിയില്ല. എനിക്കറിയാവുന്നത് ആ അതിജീവിത പറഞ്ഞ PT തോമസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ PT തോമസിന്റെ പോരാട്ടമാണ് ഇന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വേദിയിലേക്ക് എത്തിച്ചതും എന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ അഭിലാഷ്, ഇവിടെ പറയുന്നത് വണ്ടി ചെക്ക് കൊടുത്ത കേസും അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിച്ചതും തമ്മിലല്ല. അനുമതിയില്ലാതെ അല്ലെങ്കിൽ ബലാത്സംഗത്തിന്റെ ചുവയോടുകൂടി നടന്നിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ചാണ്. അതൊന്നും ഈ കാർപ്പറ്റിനടിയിലേക്ക് തള്ളി മാറ്റിയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഡിബേറ്റ് സാധ്യമല്ല. നശിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ചാണ് ദീദി ഇവിടെ നിന്ന് സംസാരിച്ചു. ഒരക്ഷരം കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അത്രമാത്രം പവർഫുൾ വേർഡ്സ് ആണ്. അത് കേട്ടോണ്ടിരുന്നിട്ട് ഇതൊക്കെ പിന്നെ തള്ളി നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാ? അഭിലാഷ്, മഹാനടന്മാരുണ്ട്, മെഗാസ്റ്റാറുകളുണ്ട്, വായ തുറന്നിട്ടുണ്ട്. 4 ദിവസമായില്ലേ ഏമാക്കുറ്റിപ്പുറത്ത് മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള മെഗാ നടന്മാർ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല? ആരെ സംരക്ഷിക്കാനാണ്? ഈ സർക്കാർ ആരെ സംരക്ഷിക്കാനാണ് വാ തുറക്കാതിരിക്കുന്നത്? ഈ സർക്കാരിന്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി പരാതി കൊടുത്ത് അവർ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്ന് ഡിപ്പോസ് ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാതി. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഹൈക്കോടതിയുടെ കൂടെ നിലപാടിന് ശേഷം നമുക്ക് വ്യക്തമാക്കാൻ. ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിന്റെ സിനിമാ വ്യവസായത്തിലുള്ള വനിതകൾ ഉൾപ്പെടെ ഈ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകൾ ഭൂരിഭാഗവും എല്ലാവരും, ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം എന്താ? ഈ കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസെടുക്കണം. കേസെടുക്കുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ല. കാരണം ഒരു കോഗ്നിസബിൾ ഓഫൻസ്, അത് കൃത്യമായിട്ട് കോഗ്നിസബിൾ ഓഫൻസ് ആണെന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോഗ്നിസബിൾ ഓഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കേസെടുക്കണം എന്നുള്ളത് 2023 സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട്. കൃത്യമായിട്ട് ഒരു കോഗ്നിസബിൾ ഓഫൻസ് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്കാർക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കേസെടുക്കണം. കേസെടുത്ത് FIR ഇട്ടതിനു ശേഷമാണ് അന്വേഷണവും അക്യൂസ്ഡും ഒക്കെ വരേണ്ടത് പിന്നെയാണ്. ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇന്നലെ രാവിലെ ജനതാ റോഡിൽ വെച്ച്, വൈറ്റിലെ ജനതാ റോഡിൽ വെച്ച് ഒരു സ്ത്രീയെ 2-3 പുരുഷന്മാർ ചേർത്ത് മർദ്ദിച്ചു. ഇന്ന് രാവിലെ വായിച്ച വാർത്ത അനുസരിച്ച് പോലീസ് കേസെടുത്തു. പക്ഷെ ആ കുട്ടിക്ക് പരാതിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാർത്ത. ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ സർക്കാരിന് ആ ആർജവം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നീതി ആവശ്യപ്പെട്ട് നടത്തുന്നവരെ മുഴുവൻ ശത്രുസ്ഥാനത്ത് നിർത്തുന്നു? പാർവതി തിരുവോത്ത് പ്രതികരിച്ചു. പാർവതി തിരുവോത്തിന് മറുപടി നൽകാൻ 2 മന്ത്രിമാരാണെന്ന് വന്നത്. സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയും MP രജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. എന്താ അദ്ദേഹത്തിനകത്തുള്ള റോള് എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ എന്ത് വന്നാലും പ്രതികരിക്കുന്ന റിയാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഒരു സാന്ദർഭികമായി പറഞ്ഞു പോട്ടെ. പക്ഷെ പാർവതി തിരുവോത്തിനെതിരെ പ്രതികരിക്കാൻ 2 മന്ത്രിമാർ മുന്നോട്ട് വന്നു. എന്താ അതിന്റെ ആവശ്യം? അവര് പറയുന്ന കൺസേൺസ് കേൾക്കുകയും അതിനനുസരിച്ചുള്ള നടപടി. ഇനി ആർജവമൊക്കെ പറയുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, എങ്ങനെയാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്? ഈ സർക്കാർ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് കേട്ടപ്പോ എന്നായി ഒന്ന് അന്വേഷിച്ചു കളയാം എന്ന് വിചാരിച്ചുണ്ടാക്കിയാണോ? അല്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം WCC രൂപീകരിക്കപ്പെടുകയും ആ സിനിമാ രംഗത്തുള്ള ആർജവമുള്ള പെൺകുട്ടികൾ കുറെ പേര് മുന്നോട്ട് വന്നുകൊണ്ട് നടപടി ഉണ്ടാവണം എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുമ്പോൾ സർക്കാരിന് അത് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോ നിയമപരമായ സാധുതയൊന്നും മറ്റ് ഇതൊന്നും ഇല്ലാത്ത കമ്മിറ്റിയാണെന്നുള്ളത് നമ്മളിപ്പോ വെളിപ്പെട്ടല്ലോ. അപ്പൊ സർക്കാരിന്റെ ആർജവം എത്രത്തോളം ഉണ്ടെന്ന് അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനത്തെ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നിട്ട് 4.5 വർഷമായല്ലോ. 4.5 വർഷം മുമ്പ് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് വായിച്ചതാണല്ലോ. എന്ത് നടപടിയെടുത്തു? അല്ല, ഞാൻ പറയട്ടെ അഭിലാഷം, 30 സെക്കൻഡ്. എന്ത് നടപടിയെടുത്തു? ഇപ്പോ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു. പാർവതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വേട്ടക്കാരുടെ കൂടെ ഇരുത്തി ഇരകളെ ഇരുത്തിയിട്ടാണോ നിങ്ങൾ നയരൂപീകരണം നടത്താൻ പോകുന്നത്? ഈ സിനിമയുടെ നയത്തെ സംബന്ധിച്ചാണോ പ്രശ്നം? സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധതയെ സംബന്ധിച്ചാണ്. അതിലേക്ക് മാത്രം ചുരുക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, പരാതിക്കാരില്ലാത്തത് ബലാത്സംഗം ചെയ്ത കേസിലും പീഡന കേസിലുമാണല്ലോ. ഈ ഇതിൽ വളരെ ഇതായിട്ട് പറയുന്നു, ഈ സിനിമയ്ക്കകത്ത് വലിയ രീതിയിൽ മയക്കുമരുന്ന് നടക്കുന്നു. രാജ്യത്തിനെതിരെയുള്ള കുറ്റം മയക്കുമരുന്ന്, ഒരു സമാന്തര ഇക്കോണമി പോലും.
എന്ത് നടപടിയെടുത്തു? അല്ല, എനിക്ക് ഒരു അഭിലാഷേ, ഇത്രയും പേരുണ്ട്, പക്ഷെ കാര്യങ്ങൾ പറയാനുള്ള പറഞ്ഞു പോയാലും ശരിയാവും. എന്ത് നടപടിയെടുത്തു? ഒരു നടപടി എടുത്തിട്ടില്ല. 4.5 വർഷക്കാലം, അല്ലല്ല 4.5 വർഷക്കാലം ശ്രീമതി ശാരദ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ 2020 മുനീറിന് കൊടുത്ത നിയമസഭയിലെ മറുപടി ശാരദയുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അവർക്ക് മൂത്രമൊഴിക്കാനുള്ള ഈ ടോയ്ലറ്റുകൾ വേണം. 4.5 വർഷമായിട്ട് ഈ ടോയ്ലറ്റ് 4.5 വർഷം കൊണ്ട് സർക്കാർ എന്ത് ചെയ്തു? അതാണല്ലോ ഉന്നയിക്കുന്ന ചോദ്യം. ശരി.